അസ്സലാമു അലൈക്കും. വിശ്വാസിയുടെ ന്യൂ ഇയർ എന്നുള്ളത് മുഹറമാണ്. പരിശുദ്ധമായ ഈ മാസത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഷഹറുല്ല എന്നാണ്. എല്ലാ മാസവും അള്ളാഹുവിൻ്റെതാണ്. എല്ലാത്തിൻ്റെയും പരമാധികാരി അള്ളാഹു ആണ്. എന്നിട്ടും ഈ മാസത്തെ മാത്രം ഷഹറുല്ല എന്ന് പരാമർശിച്ചത് ഈ മാസത്തിന്റെ പ്രത്യേകമായ പവിത്രത സൂചിപ്പിക്കാനാണ്. പരിശുദ്ധമായ മുഹറം മാസത്തെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് കൽബിൽ ഈമാനിന്റെ വെളിച്ചമുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല ബഹുമാനിച്ച മാസത്തെ പ്രത്യേകമായ ഇബാദത്തുകൾ കൊണ്ട് പരലോകം നേടാനുള്ള ഉപാധിയായി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു നൽകുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു വർഷം അവസാനിച്ചു, പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു വയസ്സ് കൂടി എന്ന് പറയുന്നതിനേക്കാൾ ശരിയായിട്ടുള്ള കാര്യം നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഓരോ ദിവസവും കഴിയും തോറും നമ്മൾ മരണത്തോട്, പരലോകത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് നന്മയുടെ ത്രാസിൽ കനം കൂട്ടാൻ വിശ്വാസി ജാഗ്രത പാലിക്കണം. നന്മക്ക് മുൻതൂക്കം കിട്ടിയാലേ വിജയമുള്ളൂ. എല്ലാ മാസവും റബ്ബിന് ഹൈറ് ചെയ്യാനുള്ളത് തന്നെയാണ്. എങ്കിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയും അനുഗ്രഹവും വരുന്ന സന്ദർഭങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു ചില പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും കൊടുക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് പ്രത്യേകം കണ്ടെത്തിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് തൗഫീഖ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾ മുഹറം മുഴുവൻ നോമ്പെടുത്തുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുത്തിട്ട് പുതുവർഷത്തെ ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ മുഹറം 9-നും 10-നും നോമ്പെടുത്ത് മുഹറം മാസത്തെ ആദരിക്കുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും 9-നും 10-നും നോമ്പെടുക്കാത്ത ആളുകളും ദുനിയാവിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ വ്യത്യസ്തമായ അവസ്ഥകളാണ് മനുഷ്യർക്കുള്ളത്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹിജ്ജയുടെ, റജബിന്റെ, പരിശുദ്ധ റമദാനിന്റെ, മുഹറം മാസത്തിന്റെ ഒക്കെ പ്രത്യേകതകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അവലംബമായ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ സുവപ്രതീക്ഷയുള്ള ആളുകളായിരിക്കണം. അന ഇന്ദ വന്നി അബ്ദി ബി, എന്നെക്കുറിച്ച് എന്താണോ എന്റെ അടിമ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ പെരുമാറുക എന്നാണ്. പ്രതീക്ഷയോട് കൂടെ റബ്ബിനെ നാം വീക്ഷിക്കണം. അങ്ങനെ മനസ്സിൽ പ്രതീക്ഷ വരണമെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ നമ്മൾ ജാഗ്രത പുലർത്തണം. ഈ പുതുവർഷ തുടക്കത്തിൽ ഒരു നിസ്കാരവും ഖളാ ആക്കില്ല എന്നും അതുപോലെ തന്നെ ഹറാമിലേക്ക് പോവില്ല എന്നും യാതൊരു ശ്രദ്ധയുമില്ലാതെ സമയം ദൂർത്തടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും പെടില്ല എന്നും തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഈ വർഷത്തിലെ എല്ലാ ഹൈറും നമുക്ക് നൽകട്ടെ. എല്ലാ ഷർറും അള്ളാഹു നമ്മെ തൊട്ട് ഒഴിവാക്കട്ടെ. ഈ വർഷം ഒരുപാട് ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.